വിശുദ്ധമായ മുഹറം മാസത്തിലേക്ക് നമ്മളിതാ കടക്കുകയാണ്. ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ കടക്കുന്ന ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരുപാട് നല്ല അമലുകളുണ്ട്. ആ അമലുകളിൽ അതിപ്രധാനമാണ് 113 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി വെക്കൽ. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കി പഠിക്കാം. ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എങ്ങനെ എഴുതണമെന്ന് പ്രാക്ടിക്കലായി കണ്ട് നമുക്ക് പഠിക്കാം. പിരിച്ച് ഓരോ അക്ഷരമായിട്ടാണ് എഴുതേണ്ടത്. ആദ്യത്തെ അക്ഷരം ബ, 2 സീൻ, 3 മീം, 4 അലിഫ്, 5 ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഞങ്ങൾ എഴുതുമ്പോൾ ഉസ്താദെ ഒരുപാട് സംശയങ്ങൾ ഞങ്ങൾക്കുണ്ട്. ആ സംശയങ്ങൾ ഏതൊക്കെയാണെന്ന് ചുരുക്കത്തിൽ നമുക്കൊന്ന് കേൾക്കാം. ഒന്നാമത്തേത്, ഇത് ഉസ്താദെ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇത് എഴുതി വെച്ചിട്ടുണ്ട്, അതെന്ത് ചെയ്യും? ആ പഴയതുള്ളത് കൊണ്ട് ഞങ്ങൾ പുതിയത് എഴുതണോ? രണ്ടാമത്തെ സംശയം, ഇത് ആർത്തവകാരിക്ക് എഴുതാമോ? മൂന്നാമത്തേത്, ഇത് ഏത് പേപ്പറിൽ എഴുതും? വെള്ള പേപ്പർ വേണോ, ബോണ്ട് പേപ്പർ വേണോ, വരയുള്ള പേപ്പർ വേണോ? 4, ഇത് ഒറ്റ ഇരിപ്പിൽ തന്നെ 113 പ്രാവശ്യം എഴുതി തീർക്കണോ ഉസ്താദെ? അഞ്ചാമത്തേത്, ഇത് രാത്രി തന്നെ എഴുതണോ ഉസ്താദെ? പകൽ എഴുതിയാൽ മതിയോ? പകൽ തന്നെ എഴുതണോ? രാത്രി എഴുതിയാൽ കുഴപ്പമുണ്ടോ? ഇങ്ങനെ ഒട്ടനവധി സംശയങ്ങൾ. ഒരു വീട്ടിലെ എല്ലാവരും എഴുതണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടിയും ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ് പരിശുദ്ധമായ മുഹറം മാസം നമ്മളിലേക്ക് കടന്നു വരാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇനി വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തെ യാത്രയാക്കുകയും കടന്നു വരുന്ന മുഹറം മാസത്തെ സ്വീകരിക്കുകയും ചെയ്യുക എന്ന വലിയ ദൗത്യത്തിലാണ് ഓരോ മുസൽമാനും ഉള്ളത്. ഇസ്തിഗ്ഫാർ കൊണ്ട്, തൗബ കൊണ്ട്, വലിയ ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ പറഞ്ഞ് ചെയ്തുപോയ പാപങ്ങൾ അല്ലാഹുവേ വിട്ടുപുറത്ത് മാപ്പാക്കണേ എന്ന് തൗബയുള്ള മനസ്സോടുകൂടിയാണ് ഓരോ വിശ്വാസിയും ഈ കഴിഞ്ഞു പോകുന്ന ഹിജ്റ വർഷത്തെ യാത്രയാക്കേണ്ടത്. ഇസ്ലാമിക് ന്യൂ ഇയർ, ഒരു പുതുവർഷം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ട എൻ്റെ മുഅ്മിനീങ്ങൾ, എൻ്റെ മുഅ്മിനാത്തുകൾ, എൻ്റെ സഹോദരിമാർ, സഹോദരങ്ങൾ, ആ പരിശുദ്ധമായ പരിപാവനമായ മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ രാവിലും അതുപോലെ ഒന്നാമത്തെ ദിവസത്തിൻ്റെ പകലിലും നമ്മൾ ചെയ്തു തീർക്കേണ്ട 1-2 അമലുകൾ അതിപ്രധാനമാണ്. ആ പ്രധാനമായ അമലുകളിൽ ഏറ്റവും ഹൈലൈറ്റായി നിൽക്കുന്ന ഒരു കാര്യമാണ് 113 പ്രാവശ്യം അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ കാരുണ്യത്തിൻ്റെ ഇസ്മുകളാകുന്ന റഹ്മാൻ, റഹീം എന്ന ആ ഇസ്മുകൾ ഇടം പിടിച്ച വിശുദ്ധമായ ഖുർആനിലെ അതിശ്രേഷ്ഠമായ ആയത്താകുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ ഒരു ആയത്ത് 113 പ്രാവശ്യം എഴുതി വെക്കുന്ന ആ ഒരു ചര്യ, ആ ഒരു വലിയ മഹത്വം നിറഞ്ഞ അമൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ചെയ്യാനുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളാണ് വിശദമായി നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. ആദ്യമായി പറയട്ടെ, പല ആളുകളും ഇപ്പോൾ തന്നെ സംശയത്തിലാണ്. ഇതൊന്നും ഞങ്ങളുടെ വല്ലുമ്മമാരുടെ കാലത്തോ വല്ലുപ്പമാരുടെ കാലത്തോ അല്ലെങ്കിൽ 10-60 വയസ്സായി ഞങ്ങളുടെ ചെറുപ്രായത്തിലോ ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇതൊക്കെ ഈ അടുത്ത് യൂട്യൂബ് മുസ്ലിയാക്കന്മാർ, ഉസ്താദുമാർ ഉണ്ടാക്കിയ ഒരു പതിവാണ് എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റി. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു പരിപാടിയല്ല. ഇതുപോലുള്ള അമൽ പരിശുദ്ധമായ മുഹറം മാസം കടന്നു വരുമ്പോൾ ആ മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ ദിവസത്തിൽ 360 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതുക. അതുപോലെ തന്നെ 113 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതുക. ഈ ഒരു ചര്യ, ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതുന്ന ഈ ഒരു മഹത്വം നിറഞ്ഞ അമൽ, ഇത് ആര് പറഞ്ഞു? നബിതങ്ങളുടെ കാലത്തുണ്ടോ? സ്വഹാബിമാരുടെ കാലത്തുണ്ടോ? മുൻഗാമികളുടെ കാലത്തുണ്ടോ? ചില ഉസ്താദുമാർ പറയുന്നതല്ലേ എന്നാരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റി. ഇതൊക്കെ പണ്ട് മുതലേ ആളുകൾ ചെയ്തു വരുന്നതാണ്. പക്ഷേ ഈ സോഷ്യൽ മീഡിയകൾ ഇത്രയധികം വ്യാപിച്ച സമയത്താണ് ഇത്തരത്തിലുള്ള ഇൽമുകൾ മറ്റുള്ളവരിലേക്ക്, പൊതുജനങ്ങളിലേക്ക് കൂടുതലായി എത്തുന്നത് എന്ന് മാത്രം. ഈ ഒരു സുന്ദരമായ അമൽ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് പ്രധാനമായും 4 ഉലമാക്കളാണ്. അതിൽ ആദ്യമായി പറയട്ടെ, ഇങ്ങനെ മുഹറം മാസത്തിൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ ദിവസത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 113 പ്രാവശ്യം എഴുതിയാൽ വമ്പൻ കൂലി കിട്ടുമെന്ന് നമുക്ക് പഠിപ്പിച്ചു നൽകിയത് മഹാനായ ഇമാം
ദുംയാത്തി റഹ്മത്തുല്ലാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ വിശ്വവിഖ്യാതമായ കിതാബാകുന്ന നിഹായത്തുൽ അമൽ എന്ന കിതാബിൻ്റെ 2ാം വാല്യം 382 പേജിൽ വിശാലമായി ഈ കാര്യം പറയുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് പോയി നോക്കിയാൽ അതിൻ്റെ വിശദ വിവരണങ്ങൾ കിട്ടും. അതുപോലെ തന്നെ മഹാനായ അബ്ദുൽ ഹമീദ് ബിനു മുഹമ്മദ് ഷാഫി അൽ മക്കി റഹ്മത്തുല്ലാഹി അലൈഹി അദ്ദേഹം ആഷിഖുർ റസൂൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വലാത്തുകൾ മാത്രം കോർത്തിണക്കിക്കൊണ്ട് ഒരു കിതാബ് രചിച്ച വലിയ മഹാനായ യൂസുഫ് നബഹാനി റഹ്മത്തുല്ലാഹി അലൈഹിയുടെ ശിഷ്യനാണ്. ഇദ്ദേഹം കൻസുൻ നജാഹി വസ്സുറൂർ എന്ന കിതാബിൻ്റെ 76ാമത്തെ പേജിൽ ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഈ ഒരു മഹത്വം നിറഞ്ഞ അമൽ എഴുതി വെക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്നതായി കാണാം. ആവശ്യമുള്ളവർക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അതുപോലെ മഹാനായ ഇമാം ദൈറബി റഹ്മത്തുല്ലാഹി അലൈഹി മുജറബാത്ത് എന്ന കിതാബിൽ ഈ ഒരു കാര്യം നമുക്ക് വിശദമായി പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ മഹാനായ ഇമാം ഷർവാനി റഹ്മത്തുല്ലാഹി അലൈഹി തുഹ്ഫയെ അധികരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഷർവാനിയുടെ 1ാം വാല്യം 276ാമത്തെ പേജിലും ഈ കാര്യം പറയുന്നുണ്ട്. എങ്ങനെയാണ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് എഴുതേണ്ടതെന്ന് മഹാനവറുകൾ വിശദമായി പറയുന്നുണ്ട്. ഞാനിത് പറയുന്നത് ചില ആളുകൾക്ക് സംശയമുണ്ടാകും, ഇതൊക്കെ എപ്പോൾ ഉണ്ടായി, ഇത് പുതിയ ഒരു കാര്യമാണല്ലോ എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഒരു ആശയക്കുഴപ്പത്തിലായിരിക്കും അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. നബിതങ്ങളുടെ കാലത്തുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഈ ഒരു പ്രവൃത്തി ഇല്ല, സമ്മതിച്ചു. സ്വഹാബിമാരുടെ കാലത്തുണ്ടോ? സ്വഹാബിമാരുടെ കാലത്തില്ല. അതിനുശേഷമുള്ള മഹത്തുക്കളായ ഉലമാക്കളാണ് ഈ ഒരു ചര്യ നമുക്ക് പറഞ്ഞു തന്നത്. എന്ന് വെച്ച് ഇത് ഇസ്ലാമിൽ ഇല്ലാത്തതാണ്, ചെയ്യാൻ പാടില്ല, ഹറാമായ കാര്യമാണെന്ന് ആരും പറയൂല. കാരണം നബിതങ്ങൾ ചെയ്യാത്ത, സ്വഹാബിമാർ ചെയ്യാത്ത എത്രയോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. ഇപ്പം ഈ യൂട്യൂബിലൂടെ പറയുന്നത്, നബിതങ്ങൾ എപ്പോഴാണ് യൂട്യൂബിലൂടെ ക്ലാസ് എടുത്തത്? സ്വഹാബിമാർ എപ്പോഴാണ് യൂട്യൂബിലൂടെ ക്ലാസ് എടുത്തത്? താബിഈങ്ങൾ എപ്പോഴാണ് യൂട്യൂബിലൂടെ ക്ലാസ് എടുത്തത്? ഇന്ന് നമുക്ക് എല്ലാ സംഘടനക്കാർക്കും അറബിക് കോളേജ് ഉണ്ട്. എന്തിന്? പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ കയ്യിൽ നമ്മൾ ഓതുന്ന ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ അങ്ങനെ അച്ചടിക്കാൻ എന്നാ തുടങ്ങിയത്? നബിതങ്ങളുടെ കാലത്തുണ്ടോ ഖുർആൻ അച്ചടിക്കൽ? സ്വഹാബിമാരുടെ കാലത്തുണ്ടോ? ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യം ചോദിക്കാം. നബിതങ്ങൾ ചെയ്തിട്ടില്ല, സ്വഹാബിമാർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇത് ഹറാമാണ്, ബിദ്അത്ത്. എന്തൂട്ടാണ് ഒരു അമൽ ചെയ്യുന്നതിന്, ഒരു പരിശുദ്ധമായ അമൽ. ഇനി ഇത് പറയുമ്പോൾ ഒരുപാട് ആയത്തും ഹദീസൊക്കെ ആയിട്ട് വന്നേക്കാം. അവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം, നമുക്ക് നമ്മുടെ കാര്യം. അപ്പോൾ ഇത് പറയുന്നത് ഒരുപാട് ലക്ഷക്കണക്കിന് ഉമ്മമാരും ഉപ്പമാരും കാത്തിരിക്കുകയാണ്. ഉസ്താദെ, ആ ബിസ്മി എപ്പോഴാണ് എഴുതേണ്ടത്, അതെങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് ഒരുപാട് പേര് കാത്തിരിക്കുകയാണ്. അതിങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നു. അവരിൽ പല ആളുകളും ഇത് എഴുതി വെച്ചിട്ട് അതിൻ്റെ മഹത്വം മനസ്സിലാക്കിയവരാണ്. അവരോടാണ് എനിക്കിനി പറയാനുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന ആ പരിശുദ്ധമായ ഖുർആനിലെ ആയത്ത് അതിശ്രേഷ്ഠമായ ആയത്താണ്. എൻ്റെ ഉമ്മമാരെ, എൻ്റെ ഉപ്പമാരെ, അത് എഴുതി വെക്കുക മാത്രമല്ല, നിത്യമായി ഇത് നമ്മൾ പറയുക മാത്രമല്ല, അത് സ്ഥിരമായി നമ്മൾ നമ്മുടെ ഒരു ദിനചര്യയായി കൊണ്ട് നടക്കേണ്ടതാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നമ്മൾ വസ്ത്രം ഇടുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഒരു വസ്തു എടുക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഉറങ്ങാൻ കിടക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്ത് നല്ല കാര്യം ചെയ്താലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുകൊണ്ടേ നമ്മൾ തുടങ്ങാവൂ. ഇത് നമുക്ക് പഠിപ്പിച്ചു നൽകിയത് മുത്തായ റസൂലാണ്. അതുകൊണ്ട് ഒരു വർഷം, ഒരു ഹിജ്റ വർഷത്തിന്റെ തുടക്കത്തിൽ നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യാനുള്ള ഒരു പുതിയ വർഷത്തിന്റെ തുടക്കത്തിൽ 113 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ നാവ് കൊണ്ട് പറയുകയും അത് എഴുതുകയും ചെയ്താൽ വമ്പൻ നേട്ടമാണ് കിട്ടാനുള്ളത്, യാതൊരു സംശയവുമില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഒരു മനുഷ്യൻ എഴുതി വെച്ചാൽ അവനക്ക് കിട്ടാൻ പോകുന്നത് ആ വർഷം വലിയ ഖൈറുണ്ടാകും, വലിയ ബറക്കത്തുണ്ടാകും, വലിയ റഹ്മത്തുണ്ടാകും, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും വലിയ സംരക്ഷണമുണ്ടാകും, വലിയ മാറാ രോഗങ്ങളെ തൊട്ടുള്ള ശിഫയുണ്ടാകും, അപകടങ്ങളെ തൊട്ട് വലിയ കാവലുണ്ടാകും, കണ്ണേർ, സിഹർ, അതുപോലെ തന്നെ കൊതി, അതുപോലുള്ള കരിനാക്ക് പോലെയുള്ള വലിയ മോശപ്പെട്ട കാര്യങ്ങളെ തൊട്ടുള്ള സലാമത്തുണ്ടാകും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് 19 അക്ഷരങ്ങളാണ്, 19 അക്ഷരങ്ങളാണ്. അപ്പോൾ ഇത് എഴുതുന്നതിൻ്റെ ചില നിബന്ധനകളുണ്ട്. ഉലമാക്കൾ നമുക്കത് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ ഈ മുഹറം മാസത്തിൻ്റെ പ്രഥമ ദിവസത്തിൽ, ആദ്യത്തെ ദിവസത്തിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാദ്യം ഞാൻ പറയാം. ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ എഴുതാനിരിക്കുമ്പോൾ ഖിബിലയിലേക്ക് മുന്നിട്ട് ഇരിക്കുക.
കിബിലയിലേക്ക് മുന്നിട്ടിരിക്കുക. അതായത് ഇത് എഴുതി തുടങ്ങേണ്ടത് മുഹറം പിറ കണ്ടു, മുഹറം മാസത്തിൻ്റെ പിറ കണ്ടു എന്ന് നമുക്ക് അറിയാൻ സാധിച്ചാൽ അന്നത്തെ ആ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം നമുക്കിത് എഴുതാൻ തുടങ്ങാം. അങ്ങനെ മുഹറം മാസത്തിൻ്റെ രാവ് തൊട്ട് തുടങ്ങി മുഹറം മാസത്തിൻ്റെ ഒന്നാമത്തെ പകൽ അവസാനിക്കുന്ന മഗ്‌രിബിൻ്റെ സമയം വരെ നമുക്ക് ടൈം കിടക്കുകയാണ്. ആ ഒരു ടൈമിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് എഴുതിയാൽ മതി. എഴുതുമ്പോൾ ഖിബിലയിലേക്ക് മുന്നിട്ടിരിക്കുക, വുളൂ ഉണ്ടായിരിക്കുക, ഒരു മടിയും അലസതയും ഉണ്ടാവാൻ പാടില്ല. ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയല്ല എഴുതേണ്ടത്. നല്ല നീയത്തോടു കൂടി എഴുതുക. എഴുതുന്ന സമയത്ത് ഓരോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് നാവ് കൊണ്ട് പറഞ്ഞിട്ട് എഴുതുക. ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരുടെയും നിർബന്ധം ഒന്ന് എഴുതരാ എന്ന് ഉമ്മ പറഞ്ഞതിൻ്റെ പേരിൽ എഴുതേണ്ടത്. നമ്മൾ ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കി സ്വന്തമായി നമ്മൾ എഴുതുക. പ്രത്യേകിച്ച് എൻ്റെ വിദ്യാർത്ഥികളോട്, എൻ്റെ വിദ്യാർത്ഥിനികളോട് പറയാനുള്ളത്, നമ്മുടെ പഠനത്തിൽ ബറക്കത്തുണ്ടാവണമെന്നുള്ള, എനിക്ക് ഉന്നതമായ മാർക്ക് കിട്ടണം, എനിക്ക് ഉന്നതമായ പദവികൾ കൈയടക്കണമെന്ന് നല്ല നീയത്ത് നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് എൻ്റെ ഓരോ കൂട്ടുകാരും ഓരോ കൂട്ടുകാരിയും ഓരോ സഹോദരനും സഹോദരിയും അവരിത് എഴുതി വെച്ചാൽ നിങ്ങൾ പഠിക്കുന്ന ആ റൂമിൽ, നിങ്ങളുടെ റൂമിൽ ഇത് എഴുതുകയും അത് ഷോക്കേസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിൻ്റെ ഷെൽഫിലോ ഒക്കെയായി ഇത് ഒട്ടിച്ചു വെക്കുകയോ അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കുകയോ ചെയ്താൽ വലിയ നേട്ടം നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ പറഞ്ഞത് 19 അക്ഷരമാണ്. ഈ 19 അക്ഷരങ്ങളും നമ്മൾ എഴുതേണ്ടത് സാധാരണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ എഴുതുമ്പോൾ കൂട്ടിയാണ് എഴുതുന്നത്. അങ്ങനെ കൂട്ടി അല്ല എഴുതേണ്ടത്, മറിച്ച് പിരിച്ച് ഓരോ അക്ഷരമായിട്ടാണ് എഴുതേണ്ടത്. 19 അക്ഷരമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിലുള്ളത്. ഓരോ അക്ഷരവും വേർതിരിച്ച് എഴുതുക. ഫത്ഹ, കിസ്ർ, ദമ്മ് ഇടാൻ പാടില്ല. അതുപോലെ കൂട്ടി എഴുതാൻ പാടില്ല. അതുപോലെ വള്ളി പുള്ളി ഇടാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എങ്ങനെ എഴുതണമെന്ന് പ്രാക്ടിക്കലായി കണ്ട് നമുക്ക് പഠിക്കാം. ആദ്യത്തെ അക്ഷരം ബ, 2 സീൻ, 3 മീം, 4 അലിഫ്, 5 ലാം, 6 ലാം, 7 ഹ, 8 അലിഫ്, 9 ലാം, 10 റ, 11 ഹ, 12 മീം, 13 നൂൻ, 14 അലിഫ്, 15 ലാം, 16 റാ, 17 ഹ, 18 യാ, 19 മീം. അങ്ങനെ 19 അക്ഷരങ്ങൾ 113 പ്രാവശ്യം നമ്മളൊരു പേപ്പറിൽ എഴുതുകയും അത് ഹംല് ചെയ്യണമെന്നാണ് ഉലമാക്കൾ. ഹംല് എന്ന് പറഞ്ഞാൽ ചുമക്കുക. അത് നമുക്ക് എഴുതിയിട്ട് ആ പേപ്പർ തന്നെ മടക്കി നമ്മൾ നമ്മുടെ പേഴ്സിൽ വെക്കാം. ഉമ്മമാർ അവരുടെ പേഴ്സ് ഉണ്ടാകും. ചില ആളുകൾ മൊബൈലിൻ്റെ കവറിൻ്റെ പുറകിൽ വെക്കാം, കുഴപ്പമില്ല. പക്ഷേ മൊബൈലൊക്കെ ആയിട്ട് നമ്മളെപ്പോഴും ബാത്റൂമിലൊക്കെ കയറുന്നതല്ലേ, അതുകൊണ്ട് അവിടെ വെക്കാതിരിക്കലാണ് ഹൈറ്. നമ്മൾ വീടിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ഷോക്കേസ് ഉണ്ടാകും, അല്ലെങ്കിൽ വാതിലിൻ്റെ മുകളിൽ വെക്കാം, ഷെൽഫിൽ വെക്കാം, വാഹനത്തിന് കാറിൻ്റെ ഉള്ളിൽ വെക്കാം. സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ, കടയുണ്ടാകും, കച്ചവട സ്ഥാപനങ്ങളുണ്ടാകും, അവിടെ വെക്കാം. ഇവിടങ്ങളിലെല്ലാം നമുക്ക് ഇത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. എഴുതുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതേണ്ട രൂപവും കോലവും. കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പത്തെ വർഷവുമൊക്കെ നമ്മൾ ഈ ഒരു വിഷയം പറഞ്ഞപ്പോൾ അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് ഉമ്മമാരും ഒപ്പമാരും അതുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ചോദിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് ആ സംശയങ്ങൾക്കുള്ള വിശാലമായ മറുപടി നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുകയാണ്. ഒന്നാമത്തെ സംശയം, ഉസ്താദേ ഏത് പേപ്പറിൽ എഴുതും? വെള്ള പേപ്പർ വേണോ, ബോണ്ട് പേപ്പർ വേണോ, വരയുള്ള പേപ്പർ വേണോ, കുട്ടികളുടെ ബുക്കിൽ നിന്ന് കീറിയ പേപ്പർ വേണോ, ഏത് പേപ്പർ വേണം? ഏത് പേപ്പറായാലും കുഴപ്പമില്ല. ഏത് പേപ്പറായാലും കുഴപ്പമില്ല. ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതുന്ന സമയത്ത് നല്ലതുപോലെ തെളിഞ്ഞു വരുന്ന രൂപത്തിലായിരിക്കണം എഴുതേണ്ടത്. അപ്പോൾ പേന ഏത്, മഷി ഏത്, പച്ച, നീല, ചുവപ്പ്, ഏത് പറ്റും? നിങ്ങളുടെ വീട്ടിൽ ഏത് പേനയാണോ ഉള്ളത് അത് വെച്ച് എഴുതിയാൽ മതി. മഷിയൊന്നും അല്ലല്ലോ, പടച്ചോൻ്റെ അടുക്കൽ നമ്മൾ എഴുതുന്ന ആ നീയത്താണ് എത്തുക. അപ്പോൾ ആ നീയത്ത് നന്നാവുക. ഒരാൾക്ക് 2 സെറ്റ് 3 സെറ്റൊക്കെ എഴുതാൻ പറ്റുമോ? പറ്റും. 1 സെറ്റോ 2 സെറ്റോ 3 സെറ്റോ ഒക്കെ നിങ്ങൾക്ക് എഴുതാം. ഹൈന്ദവർ ഹരിശ്രീ എഴുതുന്നത് പോലെ കുറച്ച് മുസ്ലിമീങ്ങൾ ഇപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതി വെക്കുന്നു എന്നൊക്കെ കളിയാക്കുന്നവരുണ്ട്. അവരോട് പറയട്ടെ, ഈ ഷിർക്കാണ് കുഫറാണെന്നൊക്കെ പറയുന്ന ഈ വഹാബികൾ ഉണ്ടാകുന്നതിനും മുമ്പേ, ഈ ഹരിശ്രീയൊക്കെ എഴുതുന്ന ആളുകൾ ഒരുപക്ഷെ ഉണ്ടാകുന്നതിന് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് മഹാന്മാരായ ഉലമാക്കൾ, അത് ഇന്ത്യയിൽ ജീവിച്ച ആളുകളല്ല, അതൊക്കെ സിറിയയിലും അതുപോലെ തന്നെ ഈജിപ്തിലും അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ താമസിച്ചു
താമസിച്ചിരുന്ന, അവിടെ ജനിച്ച് അവിടെ തന്നെ താമസിച്ച് അവിടെ തന്നെ വഫാത്തായ ഒരുപാട് മഹാന്മാർ അവരുടെ കിതാബുകളിൽ എഴുതി വെച്ച കാര്യമാണ്. അതെങ്ങനെയാണ് ഹൈന്ദവ ആചാരവുമായി ബന്ധപ്പെടുന്നത്? ഇതൊക്കെ ഇസ്ലാമിൽ ഒരു കാര്യം മുസ്ലിമീങ്ങളൊക്കെ ഏകോപിച്ചൊരു കാര്യം ചെയ്യുമ്പോൾ അതിനെതിരെ സംസാരിക്കലാണ് ഏറ്റവും അഭികാമ്യം എന്ന് വിചാരിക്കുന്ന ചില ആളുകൾ പറയുന്ന പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളുമാണ്. അതൊക്കെ ഒരു വഴിക്ക് നടക്കും. അത് നമ്മൾ എന്ത് ചെയ്താലും അത് അങ്ങനെയാ ചില ആളുകൾ പറയും. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് നമുക്ക് മഹാന്മാരായ ഉലമാക്കൾ സ്പഷ്ടമായി പറഞ്ഞു തന്ന കാര്യമാണ്. ഏതൊക്കെ കിതാബിൽ ആരൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ട് നോക്കിയാൽ മനസ്സിലാകും. ആ കിതാബുകളൊക്കെ എടുത്ത് ഇന്ന് അവൈലബിൾ ആണ്. ഇന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ആ കിതാബിൻ്റെ PDF-കളൊക്കെ കിട്ടും. അതൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ സ്പഷ്ടമായി അവർ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാഹു തആല സത്യം സത്യമായി മനസ്സിലാക്കി അതിനെ പിന്തുടരാനും തെറ്റിനെ തെറ്റായി മനസ്സിലാക്കിയതിൽ നിന്ന് പിന്തിരിയാനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉസ്താദെ, കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇത് എഴുതി വെച്ചിട്ടുണ്ട്, അതെന്ത് ചെയ്യും? ആ പഴയ പേപ്പർ എടുത്ത് കളയാൻ പറ്റുമോ? ആ പഴയതുള്ളത് കൊണ്ട് ഞങ്ങൾ പുതിയത് എഴുതണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. പഴയതുള്ളത് കൊണ്ട് പുതിയത് എഴുതിയാൽ അത് വലിയ ഖൈറാണ്. ഓരോ വർഷവും എഴുതലാണ് വേണ്ടത്. പഴയത് എന്ത് ചെയ്യും? ചുരുട്ടിക്കൂട്ടി കളയണ്ട. കാരണം അത് അള്ളാഹുവിൻ്റെ പേരാണ് എഴുതിയത്, ആയത്താണ് എഴുതിയത്, ഖുർആനാണ് എഴുതിയത്. അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. അതിൻ്റെ പുറത്തായി നിങ്ങൾ കൊട്ടിച്ചാലും മതി, അലമാരയിലാണെങ്കിൽ അതിൻ്റെ കൂടെ വെച്ചാലും മതി. ഇനി മറ്റേത് പഴയത് അത് കീറിപ്പോയി, ഇനി അത് സൂക്ഷിച്ച് വെക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അത് നല്ല സ്ഥലത്ത് വെച്ച് കരിച്ച് കളഞ്ഞിട്ട് ആ ചാരം ഏതെങ്കിലും ഒരു നല്ല വെള്ളത്തിൽ ഒഴുക്കി കളയലാണ് വേണ്ടത്. അപ്പോൾ പഴയതുണ്ട് എങ്കിലും പുതിയത് എഴുതി വെക്കൽ ഏറ്റവും നല്ലതാണ്. ആർത്തവകാരിക്ക് എഴുതാമോ? എഴുതാം, കുഴപ്പമില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഇതൊരു ദിക്റാണ് എന്ന് മനസ്സിൽ കരുതിയിട്ട് അവർക്ക് ഇത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതാവുന്നതാണ്. ചില സഹോദരിമാർ ചോദിക്കും, ഉസ്താദെ, ഞങ്ങൾ ഇത് എഴുതുന്ന മുഹറം 1-ന്റെ ദിവസത്തിൽ ഞങ്ങളുടെ സ്വന്തം വീട്ടിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പിറ്റേ ദിവസം ഭർത്താവിൻ്റെ വീട്ടിലേക്ക് മുഹറം 2-നാണ് പോവുക. അപ്പോൾ ഈ മുഹറം 1-ന് 2 എഴുതിയാൽ കുഴപ്പമുണ്ടോ? ഒന്ന് ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ വെക്കാനും രണ്ടാമത്തേത് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ വെക്കാനും എഴുതിയാൽ കുഴപ്പമുണ്ടോ? അങ്ങനെ എഴുതുന്നത് കൊണ്ട് കുഴപ്പമില്ല. 2 പേപ്പറിൽ എഴുതി ഒരെണ്ണം നമ്മുടെ വീട്ടിലും വെക്കാം, രണ്ടാമത്തേത് ഭർത്താവിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അവിടെയും സൂക്ഷിക്കാവുന്നതാണ്. ഒരു വീട്ടിൽ എല്ലാവരും എഴുതണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഒരു വീട്ടിൽ എല്ലാവരും എഴുതേണ്ട കാര്യം ഇല്ല. ഏതെങ്കിലും ഒരാൾ എഴുതിയാലും അതിൻ്റെ ഖൈറും ബറക്കത്തും ആ വീട്ടിൽ കിട്ടും. ഇനി എല്ലാവർക്കും എഴുതണമെന്നൊരു താല്പര്യം എങ്കിലും ഒരു കുഴപ്പമില്ല. എല്ലാവർക്കും ഉമ്മ അവിടെ ഇരുന്ന് എഴുതട്ടെ, വാപ്പ ഇപ്പുറത്ത് എഴുതട്ടെ, മോൻ അവിടെ ഇരുന്ന് എഴുതട്ടെ, മോൾ ഇവിടെ ഇരുന്ന് എഴുതട്ടെ, മരുമോൾ അവരുടെ റൂമിൽ എഴുതട്ടെ, എവിടെ വെച്ച് ആരെഴുതിയാലും കുഴപ്പമില്ല. എത്ര പേരെഴുതിയാലും കുഴപ്പമില്ല. ചില ആളുകൾ മുഹറം 1 പിറ കണ്ടു എന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല. ചിലപ്പോൾ മുഹറം 2-നായിരിക്കും അറിയുക. അല്ലോ മുഹറം 1 കഴിഞ്ഞോ, ആ സമയത്താണ് അറിയുക. അപ്പോൾ എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റും. പക്ഷെ മുഹറം 1-ന് നമ്മൾ എഴുതുമ്പോഴാണ് അതിൻ്റെ പരിപൂർണമായ ആ കൂലിയും ആ മഹത്വവും കിട്ടുക. ഇനി 1-ന് എഴുതാൻ പറ്റിയില്ല, ചിലപ്പോൾ ഹോസ്പിറ്റൽ കേസായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യാത്രയിലായിരിക്കും. ആ സമയത്ത് നമുക്ക് എഴുതാൻ പറ്റില്ലല്ലോ. അപ്പോൾ 2-നും 3-നൊക്കെ നമുക്ക് എഴുതാം, കുഴപ്പമില്ല. അള്ളാഹു ആണല്ലോ കൂലി നൽകുന്നത്. പടച്ചോൻ അറിയാമല്ലോ നമ്മുടെ അവസ്ഥയും ഹാലും ഒക്കെ. അപ്പം അതുകൊണ്ട് 1-ാമത്തെ ദിവസം എഴുതാൻ പറ്റിയില്ല എന്ന് വിചാരിച്ച് പിന്നെ എഴുതാതിരിക്കേണ്ട. സമയം കിട്ടുന്നത് പോലെ നമ്മൾ എഴുതി തീർക്കുക. പിറ കണ്ടു എന്ന് വിചാരിച്ച് ഉടൻ തന്നെ എഴുതി തുടങ്ങണം, അങ്ങനെയൊന്നുമില്ല. ഇതെഴുതാൻ ഒരു 113 പ്രാവശ്യം നല്ല രൂപത്തിൽ എഴുതാൻ ഏകദേശം ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് നമുക്ക് ഇത് മതിയല്ലോ. നമ്മൾ എത്രയോ സമയം കളയുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇത് എഴുതി തീർക്കാം. ഒറ്റ ഇരിപ്പിൽ തന്നെ 113 പ്രാവശ്യം എഴുതി തീർക്കണോ ഉസ്താദെ? കുറച്ചെഴുതി ഒരു 50 പ്രാവശ്യം എഴുതിയിട്ട് പിന്നെ വന്ന് എഴുതിയാൽ മതിയോ? ഒറ്റ ഇരിപ്പിന് തന്നെ എഴുതി തീർക്കലാണ് ഖൈർ. ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ, നമ്മളിപ്പോൾ 4 റക്അത്ത് നിസ്കരിക്കുന്നു, ആ 2 റക്അത്ത് നിസ്കരിച്ച് പിന്നെ വന്നല്ലോ 2 റക്അത്ത് നിസ്കരിക്കുന്നു. ആ ഒരു ടൈമിൽ നമ്മൾ 4 റക്അത്ത് നിസ്കരിച്ചു പോകുന്നു. അതാണ് അതിൻ്റെ ആ മര്യാദ, അതാണ് ചെയ്യേണ്ടത്. എന്നതുപോലെ 113 പ്രാവശ്യം നമുക്ക് എഴുതാനുള്ള ആ ഒരു ടൈമൊക്കെ നമ്മൾ നോക്കിയിട്ട് ഇൻഷാ അല്ലാഹ് എഴുതി തുടങ്ങുക. ഇനി അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു വലിയ അപകടമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ നമുക്കത് മാറ്റിവെച്ച് ആ പ്രയാസങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എഴുതി തീർത്താലും മതി, കുഴപ്പമില്ല. കൂട്ടക്ഷരത്തിൽ ഞങ്ങൾ കൂട്ടിയാണ് എഴുതിയത്. ഞങ്ങൾ എഴുതിയപ്പോൾ കൂട്ടി എഴുതിപ്പോയി ഉസ്താദെ, അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കൂട്ടി എഴുതലല്ല നമുക്കിവിടെ വേണ്ടത്. നമുക്ക് ഓരോന്നിനും ഓരോ രൂപമാണല്ലോ. ഇവിടെ എഴുതേണ്ടത് ഓരോ അക്ഷരവും ഇടവിട്ട് ഓരോ അക്ഷരം വ്യക്തമായി എടുത്താണ് എഴുതേണ്ടത്. ഫത്തഹും കിസ്റൊന്നും ഇടാതെയാണ് എഴുതേണ്ടത്. അതുകൊണ്ടാണ് എഴുതുമ്പോൾ പ്രത്യേകം നമ്മൾ മനസ്സിൽ നല്ല നിയ്യത്തോടു കൂടി അശ്രദ്ധയൊന്നും വരാതെ എഴുതണമെന്ന് പറയാനുള്ള കാരണം. ഇനി അങ്ങനെ കൂട്ടി എഴുതിപ്പോയെന്നും പറഞ്ഞ് വേറെ പ്രശ്നമൊന്നും വരാനില്ല. നമ്മൾ അത് എണ്ണത്തിൽ കൂട്ടാതെ, ഇപ്പോൾ ഒരു പ്രാവശ്യം, ഇപ്പോൾ 100-ാമത്തെ പ്രാവശ്യം നമ്മൾ എഴുതിയപ്പോൾ അറിയാതെ കൂട്ടി എഴുതിപ്പോയി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൂട്ടി എഴുതിപ്പോയി. നമ്മൾ എന്ത് ചെയ്യുക? അത് നമ്മൾ എണ്ണത്തിൽ കൂട്ടാതെ
അതവിടെ കിടന്നോട്ടെ, എണ്ണത്തിൽ കൂട്ടാതെ. പിന്നെ ബാക്കി എഴുതുമ്പോൾ നമ്മൾ ആദ്യം എഴുതിയതുപോലെ ഓരോ അക്ഷരം ഇടവിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. നമ്പർ ഇട്ട് എഴുതണോ ഉസ്താദെ? നമ്പർ ഇട്ട് എഴുതലാണ് നല്ലത്. കാരണം അത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുമല്ലോ. 1 2 3 4 എന്ന് എഴുതിയാൽ വേഗത്തിൽ നമുക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരു ഒറ്റ പേപ്പറിൽ ഇങ്ങനെ എഴുതി പിന്നെ എണ്ണി നോക്കി, അപ്പോൾ എത്രയായി? 70 പിന്നെയും ഒരു പേപ്പർ എഴുതി, പിന്നെ നോക്കുമ്പോൾ 115 അപ്പോൾ നമുക്കൊരു വസ്വാസം ഉണ്ടാകും. അതുകൊണ്ട് നമ്പർ ഇട്ട് എഴുതലാണ് ഏറ്റവും ഖൈർ. എഴുതുന്നതിൻ്റെ ഇടയിൽ ഫത്തഹും കിസ്റും ഇട്ടുപോയി ഉസ്താദെ എന്ത് ചെയ്യും? അങ്ങനെ ഫത്തഹും കിസ്റും ഇടാൻ പാടില്ലെന്നാണ്. ഇനി അറിയാതെ ഇട്ടുപോയാൽ കുഴപ്പമില്ല. പിന്നെ ഫത്തഹും കിസ്റും അധികരിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് അവിടെ കിടന്നോട്ടെ, ആ ബിസ്മിയോടെ കിടന്നോട്ടെ. അത് നമ്മൾ എണ്ണത്തിൽ കൂട്ടാതെ ബാക്കി നമ്മൾ ഫത്തഹും കിസ്റും ഒന്നും ഇടാത്തത് നമ്മൾ എണ്ണി 113 ആക്കാൻ ശ്രമിക്കുക. രാത്രി തന്നെ എഴുതണോ ഉസ്താദെ? പകൽ എഴുതിയാൽ മതിയോ? പകൽ തന്നെ എഴുതണോ? രാത്രി എഴുതിയാൽ കുഴപ്പമുണ്ടോ? അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. ഏത് സമയത്തും എഴുതാം, രാത്രിയും എഴുതാം, പകലും എഴുതാം. പക്ഷേ ആ 1ാമത്തെ ദിവസത്തിൻ്റെ മഗ്‌രിബിന് മുമ്പ് എഴുതി തീർക്കലാണ് വേണ്ടത്. എഴുതുന്നതിൻ്റെ ഇടയിൽ ഉസ്താദെ വുളൂ മുറിഞ്ഞു പോയി, അപ്പോൾ എന്ത് ചെയ്യണം? ബാക്കി അങ്ങോട്ട് എഴുതാമോ? നമ്മൾ വുളൂ പോയെങ്കിൽ അവിടെ എഴുത്തി നിർത്തുക, പോയി വുളൂ എടുക്കുക, വരിക, ബാക്കി എഴുതുക. പിന്നെ ഇത് ഒരു നിർബന്ധമായ അമലൊന്നുമല്ല. നിസ്കാരം പോലെ, റമദാനിലെ നോമ്പ് പോലെ, സക്കാത്ത് പോലെ നിർബന്ധമായ ഒരു അമലല്ല. ഇത് പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ 1ാമത്തെ ദിവസം ചെയ്തില്ലെങ്കിൽ പിന്നെ ഈ വർഷം തന്നെ പോയി, അങ്ങനെയൊന്നും ആരും ചിന്തിക്കരുത്. ഇതൊരു നല്ലൊരു അമലാണ്, നല്ലൊരു ചര്യയാണ്. അത് ചെയ്താൽ ഖൈറുണ്ട്. ചെയ്തില്ല എന്ന് വെച്ച് നമ്മുടെ ജീവിതം കോഞ്ഞാട്ടയായി എന്നൊന്നും ആരും വിചാരിക്കേണ്ട. ഇത് നിർബന്ധമാണ്, അങ്ങനെ ഒന്നുമില്ല. ഇത് ചെയ്യുന്നവർക്ക് ചെയ്യാം, ചെയ്യണ്ടെന്ന് വിചാരിച്ചവർക്ക് ചെയ്യണ്ട, കുഴപ്പമൊന്നുമില്ല. പടച്ചോൻ പിടിച്ച് നാളെ ശിക്ഷിക്കുകയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് ചെയ്യുന്നവർക്ക് നല്ല മനസ്സോടുകൂടി ചെയ്താൽ അതിൻ്റെ പ്രതിഫലം പടച്ചോൻ തരും, ചെയ്യാത്തവർക്ക് ചെയ്യണ്ട, അത്രയേ ഉള്ളൂ. അല്ലാഹു തആല വേഗത്തിൽ നമ്മളിലേക്ക് ആ മാസത്തെ എത്തിച്ചു നൽകുകയും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള മഹാഭാഗ്യം അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും, ഈ വീഡിയോ കാണുന്നവർക്കും, ഇതനുസരിച്ച് അമൽ ചെയ്യുന്നവർക്കും, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർക്കും ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ ഉൾപ്പെടാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മളോട് ആരെല്ലാം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് കമൻറ്റുകളിലൊക്കെ ഒരുപാട് ദുആ വസിയത്ത് പറയുന്നവരുണ്ട്. എല്ലാവരുടെയും ഹലാലായ മുറാദ് അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, നമ്മെ സഹായിച്ചവർ, നാം ഇഷ്ടപ്പെടുന്നവർ, നമ്മെ ഇഷ്ടപ്പെടുന്നവർ, ലോക മുഅ്മിനീങ്ങൾ എല്ലാവർക്കും അല്ലാഹു എല്ലാവിധ ഖൈറുകളും സലാമത്തുകളും ബറകാത്തുകളും ഒരുപാട് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ രോഗങ്ങൾക്കും പടച്ചവൻ ശിഫാ നൽകുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ അസുഖങ്ങളെ തൊട്ടും രോഗങ്ങളെ തൊട്ടും അല്ലാഹു നമ്മളെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും കാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.